സ്വാമി ശരണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് അവിഹിതം. എന്താ അവിഹിതം? കേൾക്കുമ്പോഴേക്ക് തന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കോരിത്തരിക്കുകയല്ലേ. ഇന്ന് നാട്ടിൽ അതേ നടക്കുന്നുള്ളൂ. അച്ഛൻ്റെ ഒപ്പം കിടക്കും വേണം, അമ്മയുടെ അമ്മിഞ്ഞ കുടിക്കും വേണം എന്ന് പറഞ്ഞാൽ അത് പറ്റൂല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിയമങ്ങൾ പാലിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ മൊബൈലിൽ ശ്രദ്ധിച്ച് നോക്കുക, ഒരു വെബ് സീരീസ് എടുത്ത് നോക്കുക, അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നോക്കി നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബ്, എന്താണെങ്കിലും ഈ അവിഹിതമേ ഉള്ളൂ മെയിനായിട്ട്. ഇവർ അഭിനയിക്കും, കായ് വാങ്ങും, ഇത് ചെറിയ കുട്ടികൾ കാണും, അവർ അതിലേക്ക് ആകൃഷ്ടരാവും. എന്താ നമുക്കും അങ്ങനെ ആയാൽ തോന്നും. എന്നിട്ട് അതിൻ്റെ പിന്നാലെ നടക്കും. ഇവർക്ക് അഭിനയിച്ചിട്ട് പൈസ വാങ്ങിയാൽ മതി. ഞാനൊരു കർമ്മയോഗിയാണ്. എനിക്ക് ലേശം കർമ്മങ്ങളുണ്ടായിരുന്നു. ആ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ സ്വകുലം, ഞങ്ങൾ തീയന്മാരാണ്, അതിൻ്റെ ജോലി എടുത്ത് ജീവിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചെത്തു തൊഴിലാളിയാണ്. നിങ്ങൾ ചെത്തുകാരെ പറ്റിയിട്ട് പല കഥകളും സിനിമയിലും വെബ് സീരീസിലൊക്കെ അറിയുന്ന ശരിക്കുള്ള ചെത്തുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങളെ വീടുമാരി, ഞങ്ങളുടെ അമ്മ, ഞങ്ങളെ പെങ്ങൾ, അങ്ങനെ ഞങ്ങൾ കാണല്. മനസ്സിലായോ? ഞാൻ എൻ്റെ തൊഴിലിൽ മാന്ത്രികനായ വ്യക്തിയാണ്. അതിനെനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾ പരമാവധി മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല മെസ്സേജ് തരുന്നുണ്ടല്ലോ. ഒരുമാതിരി കോമഡികൾ കാണാനുണ്ട്. അത് കാണുക, അല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കുക. അതല്ലെങ്കിൽ ഇതാണ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തതാണ് അറബിയത്തിന് എഴുതും. അതിൻ്റെ ഇടയിൽ ഇവർ ഇതേമാതിരി അശ്ലീലങ്ങളിടും. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. അത് പോൺ സ്റ്റാർസ് എന്ന് പറയും. പോൺ സൈറ്റിലൊക്കെ ഉള്ള ആളുകൾ അത് അവർക്കേ നടക്കുള്ളൂ. അവരെ ഞങ്ങൾ വിളിക്കുക പെലാടിച്ചോളൂ തന്നെ, നല്ല ഭാഷയൊന്നും വിളിക്കില്ല. ഞങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, ഞങ്ങൾക്ക് എവിടെ ചെന്നാലും ഒരു സ്ഥാനമുണ്ട്, ഒരു ചെയറുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാക്കുക. ഇങ്ങോട്ട് ഉപദേശം സ്വീകരിക്കൽ പതിവില്ല. ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കലുള്ളൂ. ഈ സാധനമാണ് ഇന്നത്തെ നമ്മളെ ഗ്രന്ഥം. ഇത് നോക്കിയിട്ടാണ് കുട്ടികൾ നാശമാവുന്നത്. പിന്നെ ഭ്രാന്ത് പിടിക്കും. ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ആശുപത്രിക്കാരുണ്ട്. ഒക്കെ ബിസിനസ്സാണ്. അപ്പോൾ ചിറ്റവൃത്തി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും. ഒരു നായിൻ്റെ മകാട്ടിയത് കണ്ടില്ലേ? ഭാര്യയുടെ കിടപ്പറരംഗം ഫോൺ സൈറ്റിന് വിറ്റു. അതിന് ലൈംഗിക വൈകൃതം എന്നാണ് പറയുക. ഞങ്ങൾ മന്ത്രവാദികളിലും ചിലർ പെടണമൊക്കെ ഉണ്ട്. അത് ഓനെ പറ്റില്ല. പിന്നെ മന്ത്രസിദ്ധി ഇല്ല. പിന്നെ ആ കൊടമണി ഉണ്ടല്ലോ, അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അതിൽ കൂട്ടണ്ട. അതിന് പറ്റിയ ചാമിയാരല്ല ഞാൻ.